നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിലെ റുക്സാന ഇക്ബാലിനെ പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. UDF ധാരണാപ്രകാരം കോൺഗ്രസിലെ പ്രീത അശോക് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. UDFന് 22ഉം LDFന് 14ഉം BJPക്ക് 3 വോട്ടുകൾ ലഭിച്ചു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ റുക്സാന ഇക്ബാലിനെ തെരഞ്ഞെടുത്തു. അത് തീർച്ചയായും നിങ്ങളുടെ ഒക്കെ പിന്തുണയും അതുപോലെ ഒരു കൂട്ടായ്മയിലൂടെയാണ് അത് ചെയർമാൻക്കും അതുപോലെ വൈസ് ചെയർപേഴ്സണും നേടിയെടുക്കാൻ സാധിച്ചത്. അതുപോലെ ചെയർമാനും വൈസ് ചെയർപേഴ്സണും നിങ്ങൾ നൽകിയ ഒരു പിന്തുണ തുടർന്ന് എനിക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. UDF ധാരണപ്രകാരം കോൺഗ്രസിലെ പ്രീത അശോക് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിരുന്നു. നഗരസഭാ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിലെ ബിന്ദു മോനാറത്തും BJPയിലെ T സാവിത്രിയും മത്സരിച്ചു. അതില് ബിന്ദു മോനാറത്ത് 14 വോട്ട്, സാവിത്രി KP 3 വോട്ട്, റുക്സാന ഇക്ബാൽ 22 വോട്ട്. 40 അംഗ നഗരസഭയിൽ UDFന് 22 വോട്ടും LDFന് 14ഉം BJPക്ക് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. കൌൺസിലർ സീനത്ത് വോട്ട് ചെയ്യാൻ എത്തിയില്ല. നിയുക്ത വൈസ് ചെയർപേഴ്സണെ അനുമോദിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MTK ബാബു, NA കരീം, രാജേഷ് മാസ്റ്റർ, PK പ്രവീൺ, M രത്നാകരൻ, TK അനീഫ, KP ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ നമ്മുടെ പ്രീത അശോക് വൈസ് ചെയർപേഴ്സണായി തെകഞ്ഞാണ് കൊണ്ടുപോയത്. 4 ബഡ്ജറ്റും അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ ധനകാര്യസ്ഥിതി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ ചെയർപേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടും നമ്മുടെ റുക്സാന ഇക്ബാലിന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും നഗരസഭയുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയർമാൻ എന്ന നിലയിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പോടുകൂടി അടുത്ത ഒരാഴ്ചയുടെ ഉള്ളിൽ വരും. എങ്കിൽ പോലും റുക്സാനയെ നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പാനൂരിന്റെ നഗരസഭയുടെ ഒരു മാതൃക നമുക്ക് ഇനിയും തുടരാൻ കഴിയണം. അതാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ മികവുറ്റി കാണിച്ച ഒരു കൗൺസിലർ എന്ന നിലയിൽ മറ്റെല്ലാ തരത്തിലും ഒരു കഴിവ് തെളിയിച്ച ഒരു കൗൺസിലായിരുന്നു പ്രിയപ്പെട്ട റുക്സാന എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. എല്ലാവരും LDFിന്റെ ആളുകൾ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മുൻകൈ വൈസ് ചെയർപേഴ്സന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇപ്പോ 2 ചെയർമാനും വൈസ് ചെയർമാനും ഇപ്പോൾ കരിയാടാണ്. ആ 2ആളും കരിയാടുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. കരിയാട് മേഖലയിൽ ആ നിലയിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളൊരു അഭിപ്രായത്തോടൊപ്പം ആ കസേലകളിൽ പ്രത്യേകതയുണ്ട്. എപ്പോഴും പുഞ്ചിരി തോന്നുന്ന ഒരു മുഖവുമായി മുൻ വൈസ് ചെയർമാൻ ഇരുന്ന കസേരയാണ്, ഒന്നും പറയാതെ ഇരിക്കുന്ന കസേരയാണ്. എന്നാലും ബഡ്ജറ്റ് എന്ന രീതിയിൽ 4 കൊല്ലത്തെ പല മുൾവേലികളും ചവിട്ടിക്കൊണ്ടാണ് പല വികസനങ്ങളും നടപ്പിലാക്കാൻ വൈസ് ചെയർമാന് സാധിച്ചിട്ടുണ്ട്. അതേപോലത്തെ മുൾവേലികൾ ചവിട്ടി മെതിക്കാതെ തന്നെ പുതിയ വികസനങ്ങൾ ഉണ്ടാകാൻ റുക്സാന ഇക്ബാലിന് സാധിക്കുമാറാകട്ടെ. വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് നഗരസഭയിലെ 32ാം വാർഡ് ഒലിപ്പിൽ നിന്ന് വിജയിക്കപ്പെട്ട റുക്സാന അഭ്യർത്ഥിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് പ്രവർത്തകരായാലും മാധ്യമ പ്രവർത്തകരായാലും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. വികസന പ്രവർത്തനങ്ങളിൽ ഇതുവരെ ചെയർമാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് സമഗ്ര ന്യൂസ് പാനൂർ.